നമ്മളിന്ന് പറയാൻ പോകുന്നത് ജുഡീഷ്യറിയെ പറ്റിയാണ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, ലോ ഇൻ്റർപ്രിട്ടേഷൻ ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് എന്നും ജുഡീഷ്യറിയെ പറയുന്നു. ജുഡീഷ്യറിയുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് generally applied to designate those officers of the government whose function is to apply the existing law to individual cases. നിയമം കൃത്യമായി നടപ്പിലാക്കുക, കൃത്യമായി നിർവചിച്ച് കറക്റ്റായി നടപ്പിലാക്കുന്ന ജോലിയാണ് ജുഡീഷ്യറിക്ക് ഉള്ളത്. So the term judiciary is generally applied to designate those officers of the government whose function is to apply the existing law to individual cases. And it is a responsibility of these officers to discover the relevant fact and protect the people from excesses committed by the legislature or the executive. അപ്പം ജുഡീഷ്യറിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ കറക്റ്റായ ഫാക്റ്റുകൾ, തെളിവുകൾ കണ്ടെത്തുക. ആ കേസിൽ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ആ കോമൺ മാനിന് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായി നടപടിയെടുക്കുക. അതാണ് എക്സസസ് കമ്മിറ്റഡ് എന്ന് പറഞ്ഞേക്കുന്നത് ബൈ ദ ലെജിസ്ലേച്ചർ ഓർ ദ എക്സിക്യൂട്ടീവ്. അപ്പോൾ കൃത്യമായി ഫാക്റ്റുകൾ നോക്കി കറക്റ്റായി ഒരു കേസുകൾ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഓർഗനാണ് ജുഡീഷ്യറി. It is a responsibility of these officers to discover the relevant fact and protect the people from, ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും. അതാണ് ജുഡീഷ്യറിയുടെ മെയിൻ ഫങ്ഷൻ. കോമൺലി അത് ലോ ഇൻ്റർപ്രറ്റിംഗ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് ആണ്. ജുഡീഷ്യറിയുടെ ഒരു പ്രത്യേകത, എല്ലാ കൺട്രീസിലും ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ജുഡീഷ്യറി. ലെജിസ്ലേച്ചറിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ കൺട്രോൾ ജുഡീഷ്യറിയുടെ മേൽ ഉണ്ടാവാറുമില്ല. ബ്രൈസിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ബ്രൈസ്, ദർ ഇസ് നോ ബെറ്റർ ടെസ്റ്റ് ഓഫ് എക്സലൻസ് ഓഫ് എ ഗവൺമെൻറ് ദാൻ ദ എഫിഷ്യൻസി ഓഫ് ഇറ്റ്സ് ജുഡീഷ്യൽ സിസ്റ്റം. ഒരു രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റം എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ ഗവൺമെൻറ്, ആ രാജ്യം ഒരു എക്സലൻറ്റ് കൺട്രി ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ദർ ഇസ് നോ ബെറ്റർ ടെസ്റ്റ് ഓഫ് എക്സലൻസ് ഓഫ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് എക്സലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ രാജ്യത്തെ ജുഡീഷ്യറി ഇഫക്റ്റീവ് ആയിരിക്കണം. ഇനി what are the functions of judiciary? And the first one is administration of justice. നീതി നടപ്പാക്കുക. Administration of justice എന്ന മീനിങ്. Administration of justice is one of the chief functions of judiciary. It decides the disputes between individuals as well as the state. വ്യക്തികളുടെ കേസുകളും സ്റ്റേറ്റുകളും വ്യക്തികളും തമ്മിൽ ഉള്ള കേസുകളും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ജുഡീഷ്യറി ആണ്. It tries to investigate and determine the fact on the basis of evidence and tries to decide the case in accordance with existing laws. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കേസുകളും ജുഡീഷ്യറി തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിലുള്ള നിയമങ്ങൾക്കനുസൃതമായി അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുകയും ചെയ്യും. എവിഡൻസ് വെച്ച് കേസുകൾ ഡിസൈഡ് കേസുകൾ മനസ്സിലാക്കുന്നു, പിന്നെ നിയമങ്ങൾ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ വെച്ച് ആ കേസിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇറ്റ് ട്രൈസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിറ്റർമിൻ ദ ഫാക്ട് ഓൺ ദ ബേസിസ് ഓഫ് എക്സാമിനേഷൻ ഓഫ് എവിഡൻസ് ആൻഡ് ട്രൈസ് ടു ഡിസൈഡ് ദ കേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ലോസ്. തെളിവുകൾക്ക് അടിസ്ഥാനമായി കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുകയും ആ രാജ്യത്തെ നിയമത്തിനനുസൃതമായിട്ട് ഒരു വിധി കോടതി കൊടുക്കുകയും ചെയ്യുന്നു. The judges should also decide the cases. വെറുതെ ഒരു കേസ് ഡിസൈഡ് ചെയ്താൽ പോരാ. ജഡ്ജസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കോമൺ സെൻസ്, നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് പ്രസിഡൻസ്. അറിവ് വെച്ചും തങ്ങളുടെ അനുഭവം വെച്ചും മുൻപുണ്ടായ വിധികൾ നോക്കിയുമാണ് ഒരു ജഡ്ജ് ഒരു വിധി കൽപ്പിക്കേണ്ടത്. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. ജുഡീഷ്യറിയുടെ എല്ലാ രാജ്യത്തെ ജുഡീഷ്യറിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. എന്താണ്? ജനങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യവും. ലിബർട്ടി മീൻസ് ഫ്രീഡം. അത് രണ്ടും സംരക്ഷിക്കുക എന്ന മീനിങ്. ഇൻ എവറി ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ദ സിറ്റിസൺസ് ആർ ഗ്രാൻറ്റഡ് സർട്ടൻ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് വിച്ച് ആർ എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യത്തും ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള റൈറ്റുകൾ, അവകാശങ്ങളും ഫ്രീഡവും എവിടെയാണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഉള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജോലി മറ്റാർക്കുമല്ല, ജുഡീഷ്യറിക്ക് ആണ് ഉള്ളത്. ഇറ്റ് ഈസ് എ ജുഡീഷ്യറി വിച്ച് പ്രൊട്ടക്ട് ദീസ് റൈറ്റ്സ് ത്രൂ സർട്ടൺ റിട്സ്. ഇന്ത്യയുടെ കേസാണ് നമ്മളിവിടെ പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി പറയുമ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലും
എങ്ങനെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് റൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ റൈറ്റ് ഗവൺമെൻറ് പിടിച്ചു വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി കോർട്ടിൽ പോകും. അങ്ങനെ നമ്മൾ കോർട്ടിൽ പോകുന്നതിന് പറയുന്ന പേരാണ് റിട്സ്, WRITS. നമ്മൾക്ക് ഇന്ത്യയിൽ ഒരു എക്സാമ്പിൾ അതാണ്. ഇന്ത്യയിൽ എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഫോർ വയലേഷൻ ഓഫ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് പെർ ആർട്ടിക്കിൾ 32 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ആരുടെയെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ ഡയറക്റ്റ്ലി സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ അയാൾക്ക് കേസ് കൊടുക്കാം. അങ്ങനെ കോടതി കൊടുക്കുന്ന കുറച്ച് വിധികളുമുണ്ട്. ആ റിട്ടുകൾ, ഇങ്ങനെ കോടതി ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ റിട്സ്, WRITS എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ റൈറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതിന് റിട്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇൻ എവറി ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ദ സിറ്റിസൺസ് ആർ ഗ്രാൻറ്റഡ് സർട്ടൺ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് and it is a duty of the judiciary to protect these rights and liberties. If they are violated, judiciary can take certain decisions in the form of writs. ഇന്ത്യയിൽ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഇത്തരത്തിൽ റിട്ടുകൾ കോടതി എടുക്കുന്നത്. ഈ റിട്ടുകളുടെ പേരുകൾ ഓർക്കണം. ഹേബിയസ് കോർപ്പസ്, HABEAS CORPUS, പ്രൊഹിബിഷൻ, PROHIBITION, സെഷ്വറർ എന്നാണ് വായിക്കേണ്ടത്. അത് CERTIORARI. കോവാറൻറ്റോ, QUOWARRANTO. മെൻറ്റാമസ്, MANDAMUS. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, സെഷ്വറർ, കോവാറൻറ്റോ ആൻഡ് മെൻറ്റാമസ്. ദീസ് ആർ ദ റിട്സ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റ് പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ആണ്. അടുത്ത പോയിൻറ്റ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജോലിയും ജുഡീഷ്യറിക്കാണ്. ജുഡീഷ്യറി ആക്ട് ആസ് എ ഇൻ്റർപ്രറ്റർ ആൻഡ് പ്രൊട്ടക്റ്റ് ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ജുഡീഷ്യറിക്ക് പോപ്പുലറായിട്ട് ഒരു ഫങ്ഷനുണ്ട്. അതിൻ്റെ പേര് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ്. റിവ്യൂ ചെയ്യുക, ശരിയാണോ എന്ന് പരിശോധിക്കുക. ആരുടെയൊക്കെ കാര്യങ്ങളാണ് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത്? ആക്ട്സ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന് ജുഡീഷ്യറി പരിശോധിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു ഡിക്ലെയർ any law passed by the legislature or any action of the executive as unconstitutional. അൺകോൺസ്റ്റിറ്റ്യൂഷണലിന് മറ്റൊരു വാക്കും കൂടെ പറയാം, നൾ ആൻഡ് വോയിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ ഒരു ലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ആക്ഷൻ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതിക്ക് പറയാനുള്ള അധികാരം ഉണ്ട്. അങ്ങനെയുള്ള ആ അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുന്നത്. It is a power of the judiciary to declare any law passed by the legislature or any action of the executive as unconstitutional or null and void. If the judiciary declare a particular law or action as unconstitutional, then it has to be removed from the constitution. So judicial review എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു ഡിക്ലെയർ എനി ലോ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓർ എനി ആക്ഷൻ ഓഫ് ദ executive as null and void if the court is satisfied that it is against the provisions of the constitution. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന്. അപ്പം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേച്ചറിൻ്റെ ലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ആക്ഷൻ അതെല്ലാം നിരോധിക്കുന്ന ജുഡീഷ്യറിയുടെ പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റർ ഓഫ് ഫെഡറാലിസം. ഫെഡറാലിസത്തിൻ്റെ പ്രൊട്ടക്റ്ററായിട്ടും നമ്മൾ ജുഡീഷ്യറിയെ കണക്കാക്കുന്നു. ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ വി ഹാവ് 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അത്തരത്തിൽ 2 ഗവൺമെൻറ് ഉള്ളപ്പോഴാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഉള്ള തർക്കങ്ങളും തീർപ്പ് കൽപ്പിക്കേണ്ടത് ജുഡീഷ്യറി ആണ്. അത്തരത്തിലുള്ള ജുഡീഷ്യറിയുടെ പവറിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റർ ഓഫ് ഫെഡറാലിസം എന്ന് വിളിക്കുന്നത്. In a federal system of government, the judiciary acts as a guardian of the constitution and ensures that both the central government and the state government remain within their respective spheres.
സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തങ്ങളുടേതായ അധികാര പരിധിക്കുള്ളിൽ നിൽക്കണം എന്ന് കൃത്യമായി നോക്കേണ്ടത് ജുഡീഷ്യറിയുടെ ജോലിയാണ്. ഇറ്റ് ഓൾസോ ഡിസൈഡ്സ് എ കോൺഫ്ലിക്റ്റ്. അത്തരത്തിൽ വരുമ്പോൾ ഫെഡറലിസം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ജുഡീഷ്യറിയുടെ പ്രത്യേകമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കണം, 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കണം, സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു സൈഡിൽ നിൽക്കുകയും ഒന്നോ അതിലധികമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മറ്റൊരു സൈഡിൽ നിൽക്കുകയും ചെയ്യുമ്പോഴും ഉള്ള തർക്കങ്ങൾ തീർക്കണം. അതെങ്ങനെ പറയാം? ഇറ്റ് ഓൾസോ ഡിസൈഡ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, between center and state on one side and one or more states on the another side. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്ടർ ഓഫ് ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്വൈസറി പവറാണ്. ജുഡീഷ്യറി ചില സമയത്ത് ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ അഡ്വൈസ് കൊടുക്കുന്നു. ഇന്ത്യയിലാണ് അത് പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾ, ഇൻ സർട്ടൺ കൺട്രീസ് ജുഡീഷ്യറി ഹാസ് ബീൻ വെസ്റ്റഡ് വിത്ത് അഡ്വൈസറി പവേഴ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ജുഡീഷ്യറിയോട് അഡ്വൈസ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ റെഫർ എനി കേസ് ടു ദ സുപ്രീം കോർട്ട് ഫോർ ഇറ്റ്സ് അഡ്വൈസറി ഒപ്പീനിയൻ ആസ് പെർ ആർട്ടിക്കിൾ 143 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ജുഡീഷ്യറിയോട് ഒരു ഒപ്പീനിയൻ ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. അതിനെയാണ് നമ്മൾ ജുഡീഷ്യറിയുടെ അഡ്വൈസറി പവർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞതെങ്കിലും അഡ്വൈസറി പവറൊക്കെ പർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഇന്ത്യയാണ്. പ്രൊട്ടക്ടർ ഓഫ് ഫെഡറലിസം അങ്ങനെയല്ല, അമേരിക്കയ്ക്കും ഇന്ത്യക്കും എല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊട്ടക്റ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് കോൺസ്റ്റിറ്റ്യൂഷനും ഒരുപാട് കൺട്രീസിൽ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും കോമൺ ഫംഗ്ഷനാണ്. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസും സംവാട്ട് കോമൺ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത്രയുമാണ് ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ചില കണ്ടീഷൻസ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ജുഡീഷ്യറി ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. അങ്ങനെ ഉള്ള കുറച്ച് കണ്ടീഷൻസാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എല്ലാ രാജ്യത്തും ജുഡീഷ്യൽ മെമ്പേഴ്സിനെ, ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ആൻഡ് എക്സാമ്പിൾ പറയാം. ഇൻ സർട്ടൺ കൺട്രീസ് ദ ജഡ്ജസ് ആർ എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് സംടൈംസ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ചില രാജ്യങ്ങളിൽ നേരിട്ട് ജനങ്ങൾ എലക്ട് ചെയ്യുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ ലെജിസ്ലേച്ചർ എലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ബെസ്റ്റ് മെത്തേഡായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ദ ജഡ്ജസ് ഹാവ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് പേഴ്സൺസ് ഹോൾഡിംഗ് ഹൈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. എക്സിക്യൂട്ടീവ് അപ്പോയിൻറ്റ് ചെയ്യണം, പക്ഷേ ജുഡീഷ്യറിലുള്ളവരുടെ തന്നെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട്. ഇന്ത്യയിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ദ ജഡ്ജസ് ആർ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് പേഴ്സൺസ് ഹോൾഡിംഗ് ഹൈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. ആൻഡ് എക്സാമ്പിൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് സച്ച് ദ ജഡ്ജസ് ആസ് ഹി മേ ഡീം ഫിറ്റ്. അതാണ് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലോങ് ടെന്യുവർ. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ലോങ് ടെന്യുവർ, നീണ്ട ഒരു കാലാവധി. The judges are appointed for a short duration. There is every possibility that they shall try to oblige the appointing authorities to secure their extension. കുറച്ച് കാലത്തേക്കാണ് ജഡ്ജസിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അവർ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും അനുകൂലമായി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കാലം സർവീസിൽ ഇരിക്കാൻ. അതുകൊണ്ടാണ് എല്ലാ രാജ്യത്തും ഒരു ലോങ് സർവീസ്, ടെന്യുവർ എന്ന് വെച്ചാൽ ടേം ഓഫ് ഇയേഴ്സ് ആണ്, ഒരു ലോങ് ടേം ജഡ്ജസിന് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. Therefore, in every country the judges have a long tenure. In India, the judges of the Supreme Court hold the office till they reach the age of 65. 65 ആണ് ഇന്ത്യയിലെ റിട്ടയർമെൻറ്റ് ഏജ്. USA വരുമ്പോൾ അങ്ങനെയല്ല. The judges of the Supreme Court hold office for ലൈഫ് ലോങ് ഡ്യൂറിങ് ഗുഡ് ബിഹേവിയർ. ജീവിതത്തിലുടനീളം അവർക്ക് അവിടെ ഇരിക്കാം. ലൈഫ് ലോങ് ആണ്, മരിക്കുന്നത് വരെയും അവർക്ക് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ഇൻഡിപെൻഡൻസ് കൂടുതലാണ്. കാരണം അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റിയോട് ആരോടും ഒരു വിധേയത്വം അതുകൊണ്ട് അവർക്ക് ഉണ്ടാകത്തില്ല. അവർക്ക് ഫ്രീ ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോങ് ടെന്യുവർ ഒരു ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാക്ടറാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് ഓഫീസാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജഡ്ജസ് ഷുഡ് നോട്ട് ഓൺലി ബി അപ്പോയിൻറ്റഡ് ഫോർ എ ലോങ് ടെന്യുവർ ബട്ട് മസ്റ്റ് എൻജോയ് സെക്യൂരിറ്റി ഓഫ് ടെന്യുവർ.
എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ റിമൂവ് ചെയ്യാൻ പറ്റരുത് ജോലിയിൽ നിന്നും. USA അതിൻ്റെ എക്സാമ്പിൾ, ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ത്രൂ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെ USA ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇൻ ഇന്ത്യ ഓൾസോ ജഡ്ജസ് ഹാവ് ടു ബി റിമൂവ്ഡ് ഓൺലി ബൈ വെൻ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ബൈ ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി ആൻഡ് 2/3 മെജോറിറ്റി പാസ് എ റെസൊല്യൂഷൻ. രണ്ട് ഹൗസും കൂടെ 2/3 അബ്സല്യൂട്ട് മെജോറിറ്റിയും കൂടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഡിഫിക്കൽട്ടായ തിങ്ങാണ്, വെരി റിജിഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജസിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ഇന്ത്യയിലോ USA ഒന്നും സാധ്യം അല്ല. ജഡ്ജസ് ഷുഡ് ഹാവ്, അതെന്തിനാണ്, സെക്യൂരിറ്റി ഓഫ് ഓഫീസ് ഓൾസോ എ നെസസറി ഫീച്ചർ ഫോർ എൻഷുറിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി. In India, the judges of the Supreme Court and High Court can be removed from his office only if both the House of Parliament by an absolute majority and a 2/3 of majority must pass a resolution. Next is handsome salary. അടുത്ത ഒരു ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹാൻസം സാലറിയാണ്. നല്ല സാലറി കൊടുക്കണം. ദ ജഡ്ജസ് മസ്റ്റ് ബി പെയ്ഡ് ഹാൻസം സാലറി സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ലീഡ് എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻസ്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഗ്രാറ്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ബ്രൈബ്, കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങൾ മേടിക്കാതെ ഇരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സാലറിയാണ് കൊടുക്കാറുള്ളത്. ഹൈ സാലറി വരുമ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫീൽഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതും ഹാൻസം സാലറിയുടെ ഒരു ഉദ്ദേശമാണ്. ഇറ്റ് ഓൾസോ ഇൻസ്പയർസ് കോൺഫിഡൻസ് ആൻഡ് അട്രാക്ട് കേപ്പബിൾ പേഴ്സൺസ്. The judges must be paid handsome salary so that they are able to lead a decent standard of life and are not attracted by illegal gratifications. It also inspires confidence and attract capable പേഴ്സൺസ്. അതുകൊണ്ട് തന്നെ നല്ല കേപ്പബിൾ ആയിട്ടുള്ളവരെ ഈ ഏരിയയിലേക്ക് കൊണ്ടുവരാനും ഇതുകൊണ്ട് സാധിക്കും. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ലോങ് ടെനുവർ, സെക്യൂരിറ്റി ഓഫ് ദ ഓഫീസ്, ഹാൻസം സാലറി. നെക്സ്റ്റ് വൺ ഈസ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. ഇൻ എവറി കൺട്രീസ് ജുഡീഷ്യറി ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ്. കാരണം ദ കോമ്പിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവർ ക്യാൻ ഹാമ്പർ ദ ലിബർട്ടീസ് ഓഫ് ദ പീപ്പിൾ. ജുഡീഷ്യൽ പവറും എക്സിക്യൂട്ടീവ് പവറും ഒരാളുടെ കയ്യിൽ ചെന്നാൽ അത് ഫ്രീഡത്തിന്, ജനങ്ങളുടെ റൈറ്റ്സിനും ഫ്രീഡത്തിനും എഗെയിൻസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ എവറി കൺട്രീസ്. It is essential thing for the independence of the judiciary. Combination of any two powers will hamper the or will reduce the liberties or freedom of the people. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരിക്കും എക്സിക്യൂട്ടീവ് പവറും ജുഡീഷ്യൽ പവറുമൊക്കെ ഒരാളുടെ കയ്യിൽ വരിക എന്നുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഹൈ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ജഡ്ജസ്. ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വളരെ കോമ്പീറ്റൻറ്റും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയുമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ ജഡ്ജസ് ഷുഡ് ബി കോമ്പീറ്റൻറ്റ് ആൻഡ് പൊസസ് നെസസറി ലീഗൽ ക്വാളിഫിക്കേഷൻസ് ടു ഇമ്പാർട്ട് പ്രോപ്പർ ജസ്റ്റിസ്. ജഡ്ജസ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ധാരാളം ലീഗൽ ക്വാളിഫിക്കേഷൻസും അവർക്ക് ഉണ്ടായിരിക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലേസ് ഡൗൺ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഫോർ ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഇന്ത്യയിൽ തന്നെ കൃത്യമായി വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏത് രാജ്യത്തും വളരെയധികം ഹൈലി കോമ്പീറ്റൻറ്റും ക്വാളിഫൈഡുമായ ആളുകളെ മാത്രമേ ജഡ്ജസായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുള്ളൂ. ഇത്രയുമാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് ഉള്ള ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ലോങ് ടെനുവർ, സെക്യൂരിറ്റി ഓഫ് ദ ഓഫീസ്, ഹാൻസം സാലറി, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ഹൈ ക്വാളിഫിക്കേഷൻ ഓഫ് ജഡ്ജസ്. ഇത്രയും കാര്യങ്ങളാണ്, ഫാക്ടേഴ്സാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ പോയിൻ്റായിട്ട് ഉള്ളത്. അതോടുകൂടി ജുഡീഷ്യറി എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയി.